ഹായ് ഹലോ നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. നമ്മുടെ പുതിയൊരു കുട്ടി വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? ഇവിടെയൊക്കെ ഭയങ്കര മഴയാട്ടോ. ഇപ്പോൾ രാവിലെ ചെറുതായിട്ടൊന്ന് വെയിൽ തെളിഞ്ഞിപ്പുണ്ട്. അപ്പോൾ രാവിലെ അമ്മ അരി പറ്റുവാണേ. നമ്മുടെ അല്ലിക്കുട്ടനുണ്ട് ഇവിടെ എവിടെയോ സൈഡിലുണ്ട് കേട്ടോ. പുള്ളി ഇപ്പോൾ വഴക്കിന് വരും. രാവിലെ വന്ന് ഹാജര് വെച്ചിട്ട് പോയതാണ്. പുള്ളി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും ചില ദിവസങ്ങളിൽ കിടന്നുറങ്ങും, ചില ദിവസം 12 മണി 1 മണിയൊക്കെ ആവും. പക്ഷേ എപ്പോൾ ഉറങ്ങേണ്ടല്ലോ നമ്മുടെ അല്ലിക്കുട്ടൻ ഒരു 6 മണി 6:30 ആ സമയത്തിനുള്ളിൽ എണീക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിവിടെ ബാക്കിയുള്ളവരൊക്കെ എണീക്കുന്നത്. രാവിലെ തന്നെ അപ്പോഴത്തേ അവൻ അമ്മയുമായിട്ട് ഗുസ്തി തുടങ്ങി. അമ്മ അരി മാറ്റി നിലത്ത് ചെന്നിരുന്ന് മുറത്തിനകത്തുനിന്ന് അരി പറക്കിക്കളയുക, അമ്മയെ വഴക്കുണ്ടാക്കുക, ഇങ്ങനെ നമ്മൾ ചൊറിഞ്ഞുകൊണ്ട് നടക്കാതെ പുള്ളിയുടെ ഹോബീസ് ഇപ്പോൾ കേട്ടോ. 5 വയസ്സായി, എന്നാൽ ഇപ്പോഴാണ് പുള്ളിയുടെ കുസൃതിയും വഴക്കും ഒക്കെ തുടങ്ങിയത്. ഇപ്പം 4-4.5 വയസ്സ് വരെ ഈ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. ഈയിടെയായിട്ട് അങ്ങ് കൊഞ്ചലങ്ങ് കൂടിയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? കുഞ്ഞല്ലേ, കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും. എന്നാലും ഇത് ഇച്ചിരി കൂടുതലാണ്. നമ്മൾ കൊഞ്ചിച്ച് തലയിൽ കയറ്റി വെച്ചേക്കണം. അത് വേറൊരു കാര്യം. ഒറ്റമോനല്ലേ, അപ്പം അവനറിയാം അവനെന്ത് പറഞ്ഞാലും നടക്കും. അഥവാ ഞങ്ങൾ എന്നോന്ന് പറഞ്ഞാൽ കരഞ്ഞാണെങ്കിലും അവൻ കാര്യം സാധിക്കാതെ വേറൊരു കാര്യം കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ കോഴിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഇറങ്ങിയ കേട്ടോ ആശാനെ. മഴയാ തെന്നിക്കിടക്കുമോ എന്ന് പറഞ്ഞാൽ അവൻ ഇരിക്കത്തില്ല. ഞാനും വരുന്ന അപ്പച്ചിന്നും പറഞ്ഞ് പുറകെ ഇറങ്ങിയേക്കുവാണേ. ഞാനെവിടെ പോയാലും എൻ്റെ വാല് പോലെ പുള്ളി കാണും. ഞാൻ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഒരുങ്ങിയാൽ ഞാനെന്നല്ല, ഞാനോ അമ്മയോ അവൻ്റെ അച്ഛനോ അമ്മയോ ആരായാലും ഇറങ്ങിയ ഫ്രണ്ടിൽ അവൻ ഒരുങ്ങി അങ്ങ് ഇറങ്ങും. തന്നെ ഉടുപ്പൊക്കെ എടുത്തങ്ങ് ഇട്ടോളും. എന്നിട്ട് ഓടിപ്പോയി അവൻ്റെ അച്ഛൻ്റെ കൂടെ ആണെങ്കിൽ ബൈക്ക് പോയി ഫ്രണ്ടിൽ കയറിയിരിക്കും, എൻ്റെ കൂടെ ആണെങ്കിൽ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ കയറിയിരിക്കും. പിന്നെ നമുക്ക് കൊണ്ടുവന്നിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണ്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ കുഞ്ഞുങ്ങൾ. അതും നമുക്ക് വേറെ കൊഞ്ചിക്കാൻ മക്കളുമില്ലല്ലോ. അപ്പോൾ അമ്മ രാവിലെ അരി പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടൊക്കെ അവൻ ചെന്ന് അരി കുറേ വാരിയൊക്കെ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞിട്ട് മുറത്തിനകത്ത് കയറി ചവിട്ടി. അപ്പോൾ അമ്മയ്ക്ക് ചെറുതായിട്ട് ദേഷ്യം വന്ന് അമ്മ ചുമ്മാ തമാശയ്ക്കാണേ, കുഞ്ഞിനോടൊക്കെ എന്ത് ദേഷ്യം കാണിക്കാൻ. അമ്മ തമാശയ്ക്ക് എന്നിട്ട് മറ്റേ കോട്ടൺ ഉണ്ടല്ലോ നമ്മുടെ ഈ ഇലക്ട്രീഷ്യന്മാരുടെ കയ്യിൽ ഉപയോഗിക്കുന്ന കോട്ടൺ എന്നല്ലേ പറയുന്നത്, ആ സാധനമൊക്കെ ഇട്ട് അവൻ്റെ കൈ കെട്ടിയിട്ട് കുറച്ച് നേരം. അപ്പോൾ അവൻ്റെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്. അച്ഛമ്മ എനിക്ക് നോവുന്നില്ലല്ലോ, അച്ഛമ്മ ധൈര്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ മുറുക്കെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഞാനും എൻ്റെ ആങ്ങളെയൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഇതൊന്നും വേണ്ട, ഇതിൻ്റെ പകുതി പോലും കുരുത്തക്കേട് ഞങ്ങൾ കാണിച്ചിട്ടില്ല. അഥവാ എന്തെങ്കിലും കാണിച്ചാൽ തന്നെ അമ്മ ഞങ്ങളെ നല്ലതായിട്ട് വഴക്ക് പറയും, അടിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ഞങ്ങളെ അടിക്കാനായിട്ട് അമ്മ ഒരു നമ്പ്യാർവട്ടം ചെടിയില്ലേ, ഒരു വെളുത്ത പോലെ നമ്മുടെ കണ്ണിനസുഖമൊക്കെ വരുമ്പം വെള്ളം ഒഴിക്കും, ആ ചെടി നട്ടു വെച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച അമ്മ അപ്പം ചെന്ന് കമ്പെടുക്കുക, ഇല ഇങ്ങനെ അവരൊരു സ്റ്റൈലുണ്ട്, ഊരുക, പിന്നെ അടിക്കുക. പക്ഷെ ഇപ്പം അത് കൊച്ചുമോൻ വന്നപ്പോൾ അതൊന്നും കാണാനില്ല കേട്ടോ. അവൻ്റെ താളത്തിനൊത്ത് അമ്മ തുള്ളിക്കോളും. അവനെവിടെ പോകണമെന്ന് പറഞ്ഞാൽ പോകും, എന്ത് വേണമെന്ന് പറയുന്നത് മേടിച്ച് കൊടുക്കും. എന്ത് കുരുത്തക്കേട് കാണിച്ചാൽ അമ്മ മൈൻഡ് ചെയ്യത്തില്ല. ഞങ്ങളത് അമ്മയോട് ചോദിക്കാറുമുണ്ട്. അമ്മ ഇങ്ങനെ കൊഞ്ചിച്ച് തലയിലാക്കി വെച്ചേക്കുക. അതിൻ്റേതായിട്ടുള്ള സ്നേഹം കൂടുതൽ അവൻ അമ്മയോടും ഉണ്ട്. അച്ചമ്മയെന്നും പറഞ്ഞ് പുറകെ നടക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചേ. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു. ചമ്മന്തി ഫ്ലോപ്പായിപ്പോയി കേട്ടോ. ഞാനായിരുന്നു ഉണ്ടാക്കിയത്. ഞാൻ ഇന്നലെ വൈകിട്ടാട്ടോ ഇങ്ങോട്ട് വന്നേ. ആറന്മുളയായിരുന്നു. അപ്പം ഇന്ന് ലീവായതുകൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങനെ പോന്നു. ചേട്ടന് വണ്ടി പോകണം. അപ്പോൾ പിന്നെ അവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ, ചുമ്മാ ഒറ്റയ്ക്ക് നിൽക്കണ്ടല്ലോ നിർത്തുക. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കാമല്ലോ. അങ്ങനെ വന്ന് നിന്നു. രാവിലെ പെട്ടെന്ന് ചമ്മന്തി എന്തോ അരഞ്ഞില്ല, പെട്ടെന്നത് കടുക് വറുത്തിട്ടു. പിന്നാണ് ശ്രദ്ധിച്ചത് തേങ്ങ ശരിക്കും അരഞ്ഞിട്ടില്ലായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, നമ്മളതൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്തു. ആ ക്ഷീണം തീർക്കാൻ അമ്മ ഇന്ന് ഉച്ചയ്ക്ക് ചീമച്ചക്കയാണ് കറി വെക്കുന്നത്. നമ്മുടെ പത്തനംതിട്ടയിൽ ചീമച്ചക്ക എന്നൊക്കെ പറയും, ചിലയിടത്തൊക്കെ കടച്ചക്കന്നോ എന്തൊക്കെയോ പേരുകളുണ്ട്. എന്തായാലും സംഭവം സൂപ്പറല്ലേ, നമുക്ക് കഴിച്ചാൽ പോരെ. അത് പല ടൈപ്പ് കറി വെക്കാം. തേങ്ങ അരച്ച് കറി വെക്കാം, തേങ്ങ വറുത്തരച്ച് കറി വെക്കാം, പിന്നെന്താ മെഴുക്കുവരട്ടി വെക്കാം, തോരൻ വെക്കാം. ചിലരത് പുഴുങ്ങിയിട്ട് നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങുന്ന പോലെ പുഴുങ്ങിയിട്ട് ചമ്മന്തിയും കൂട്ടിയൊക്കെ കഴിക്കും. അത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, അതെനിക്ക് കഴിക്കാൻ വലിയ താല്പര്യമില്ല. ഈ മസാലക്കറിയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ തീയൽ. അമ്മ അപ്പം ഞാനും കൂടെ വന്നതുകൊണ്ട് എൻ്റെയും കൂടെ ഇഷ്ടം നോക്കി സ്പെഷ്യലായിട്ട് ചീമച്ചക്ക കറി വെക്കുകയാണേ. നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ഇഷ്ടം പോലെ, നമ്മുടെ വീട്ടിലില്ല, അയൽവക്കങ്ങളിലും ഉണ്ട്. പിന്നെ കടകളിലൊക്കെ ഇപ്പോൾ ഇതൊരു സീസണല്ലേ, മഴക്കാലത്ത്
അല്ല ഈ സീസണിലാന്ന് തോന്നുന്നുണ്ടാകുന്നു കേട്ടോ. കടകളിലൊക്കെ വാങ്ങിക്കാനും കിട്ടും. അപ്പം നമ്മുടെ അടുത്തുള്ളൊരു ചേട്ടൻ തന്നാണ് ഈ ചീമക്കച്ചക്ക. അപ്പം ഞാനും കൂടെ വന്നുകൊണ്ട് അമ്മ ഇന്ന് അതെടുത്തു. അമ്മ കറി വെക്കുന്നതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നമ്മുടെ ചിക്കൻ കറിയൊക്കെ കഴിക്കുന്ന പോലെ ഇരിക്കും. ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെ വേണേലും പറ്റും. നമ്മൾ വിചാരിച്ച എന്തിൻ്റെ കൂടെയും പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ ചിക്കനും ബീഫിനകത്തൊക്കെ തേങ്ങാക്കൊത്തൊക്കെ വറുത്തിടുകയല്ലേ, അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് മൂപ്പിച്ച് പിന്നെ കുറച്ച് ചുവന്നുള്ളിയും ഇട്ട് വാട്ടി അത് നല്ലതായിട്ട് മൂത്ത് നല്ല ബ്രൗൺ കളറായി കഴിയുമ്പം നമ്മൾ ഈ തേങ്ങായും മുളക് പൊടി, മഞ്ഞൾ പൊടി, പിന്നെന്താ മല്ലിപ്പൊടി, മസാലപ്പൊടി, കറിവേപ്പില ഇതെല്ലാം നമ്മളിട്ട് ഒരു ബ്രൗൺ നിറാവുന്നിടം വരെ നല്ലപോലെ ചൂടാക്കി, ബ്രൗണിനേക്കാളും ശകലം കൂടെ മൂത്താലും കുഴപ്പമില്ല, കരിഞ്ഞു പോരുത് കേട്ടോ. അങ്ങനെ ചൂടാക്കിയെടുത്ത് അത് തണുക്കാൻ വെക്കുക. തണുത്ത് വെച്ചിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. രാവിലെ ചമ്മന്തി ഉണ്ടാക്കിയ പോലെ ആയി പോകരുത്. അമ്മ തന്നെ അത് അരച്ച കേട്ടോ. ഞാൻ അരച്ചതിൻ്റെ ഗുണം കൊണ്ട് നല്ലപോലെ അരച്ച് പേസ്റ്റാക്കിയിട്ട് നമ്മൾ ഈ തേങ്ങാക്കൊത്തിലോട്ട് ഇടുക. എന്നിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ചീമച്ചക്കയും കൂടെ വാരി അതിനകത്തോട്ട് ഇടുക. അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് സുഭിക്ഷമായിരുന്നു കേട്ടോ. ചീമച്ചക്ക കറിയും ചിക്കൻ തലേദിവസത്തെയായിരുന്നേ, അത് റോസ്റ്റ് പോലെ എടുത്തു, ഒരു പയർ മെഴുക്കുവരട്ടി. അടിപൊളിയല്ലേ? അതൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് ഷോർട്സ് എടുക്കാനൊക്കെ പോയി കേട്ടോ. അതിൻ്റെ ഇതാ കാണുന്ന കേട്ടോ പേക്കോലം. ഒരു വലിയൊരു ജിമിക്കി എടുത്ത് ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ. അത് കഴിഞ്ഞ് ഷോർട്സൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ക്ഷീണിച്ചിരുന്നു. അപ്പം അമ്മയൊക്കെ ഉറങ്ങാൻ പോയായിരുന്നു കേട്ടോ. അമ്മയും അല്ലുക്കുഞ്ഞൊക്കെ. അമ്മ ഒരുറക്കമൊക്കെ എണീറ്റ് വന്ന് എനിക്ക് ചായ ഇട്ട് തന്നു. ഞാനങ്ങനെ ഇവിടെ വരുമ്പോഴാണ് ചായയും കാപ്പിയൊക്കെ കൂടുതലും കുടിക്കാറ്. അവിടെ ഞങ്ങൾ തന്നെ ഉള്ളതുകൊണ്ട് രാവിലെ എനിക്ക് ചേട്ടൻ വെളുപ്പിനെ പോവും. പിന്നെ എനിക്ക് തന്നെ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ എനിക്ക് മടിയാണ്. പിന്നെ എന്തെങ്കിലും ഉച്ചക്കത്തേനും വയത്തേനും ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ചായ കുടി കാപ്പിയുടെയൊക്കെ കുറവാണ്. പിന്നെ അവിടെ സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങൾക്ക് ചായയുണ്ട്, അങ്ങനെ കുടിക്കും, അതേ ഉള്ളൂ. പിന്നെ കൂടുതലും കാപ്പി കുടി ഞാൻ ഇവിടെ വരുമ്പോഴാണ്. കാപ്പി എനിക്ക് കുടിച്ചുകൂടാ, അത് വേറൊരു കാര്യം. അതുപോലെ ഇപ്പോൾ കഴിക്കുന്ന കപ്പ ഉപ്പേരിയും കഴിച്ചുകൂടാ. തൈറോയിഡിന് കഴിക്കാൻ പറ്റാത്ത സാധനങ്ങളാണേ. അച്ചടാ, നമ്മുടെ അല്ലുക്കുട്ടൻ കാര്യം എന്തിനാണെന്നറിയോ? അല്ലുവിന് 5 വയസ്സായെന്ന് പറയല്ലോ. മെയ് 1 അവൻ്റെ ബർത്ത്ഡേ. അപ്പം 5-ാം വയസ്സിൽ പിള്ളേർക്ക് ഒരു വാക്സിൻ ഉണ്ടല്ലോ, ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇഞ്ചക്ഷൻ നമ്മുടെ ഹെൽത്ത് സെൻറ്ററിൽ പോയി എടുത്തു കേട്ടോ. ഹെൽത്ത് സെൻറ്റർ നമ്മുടെ ചക്കപ്പാലത്ത്, അവിടെ പോയി എടുത്തിട്ട് വന്നപ്പോൾ പുള്ളിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എൻ്റെ അടുക്ക് വന്ന് വലിയ ജാടയെ പറഞ്ഞു, അപ്പച്ചി എനിക്ക് നൊന്തുപോലും ഇല്ല, അവർ കുത്തിയില്ലെന്നാണ് തോന്നുന്നത്, സൂചി പക്ഷേ വെച്ചായിരുന്നു, എനിക്ക് നൊന്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ജാട ഇറക്കി. എനിക്ക് നൊന്തേ ഇല്ല. പക്ഷേ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പാവത്തിന് വേദന തുടങ്ങി.